കുത്തി ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരൊരു സൂചി വെച്ചിട്ട് ഒരു കുത്തിയിട്ട് വയറിന്റെ വശത്തൂടെ കുത്തി ഇങ്ങനെ ഒരു നൂലിട്ട് കെട്ടിയിടും. അപ്പൊ അത് ദേവിയുമായിട്ട് ബന്ധിപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് വല്ലാതെ തോന്നി. ഞാൻ ശരിക്കും കുത്തുവാകുമ്പോ ശരിക്കും സൂചിയിട്ട് കുത്തും, വരുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും വശത്ത് സൂചിയിട്ട് കുത്തും എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ സത്യമായിട്ട് അറിയുന്നത്. എനിക്കതൊന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ ആ വർഷം ഞാൻ കുത്തിയോട്ടം നോക്കാന്ന് നോക്കിയപ്പോ നമുക്ക് കാണാനൊന്നും സമ്മതിക്കില്ല. കാരണം ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ കൊട്ടുകാണാം. ഭയങ്കര ഉറക്കെ ഇങ്ങനെ മദ്ദളവും തകിലും ഭയങ്കര നാദസ്വരമൊക്കെ വാങ്ങിച്ച് ഭയങ്കര ഒച്ച ഉണ്ടാകും. കാരണം പിള്ളേരുടെ ശബ്ദം കേൾക്കാതെ, അലർച്ച കേൾക്കാതിരിക്കാൻ അവര് ഓരോ പിള്ളേരെ പിടിച്ചിട്ട് കുത്തുമ്പോഴും അവര് കിടന്ന് അലറുമല്ലോ, കിടന്ന് കരയുമല്ലോ. അപ്പൊ ആ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാനായിട്ടാണ് ചെയ്യുന്നത്. ഒരേ സൂചി വെച്ചുകൊണ്ട് ഒരാളിൽ നിന്ന്, ഒരു പ്രായമായ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഓരോ പിള്ളേരെ ഇങ്ങനെ മാറി മാറി കുത്തുകയാണ്. എന്നിട്ട് ഈ കുട്ടികള് 7 ദിവസമായിട്ട് ഓൾമോസ്റ്റ് പട്ടിണി കിടക്കുന്ന കുട്ടികള്, വളരെ ചെറിയ ആഹാരം കഴിച്ച് മുങ്ങിക്കുളിച്ച് തണുത്ത് വിറച്ച് അങ്ങനെ നിൽക്കുന്ന പിള്ളേരെ പൊടിയുടെ ഭയങ്കര ചൂടുള്ള സമയമാണ്, പൊടിയുടെ ഇടയിലൂടെ ഇങ്ങനെ കുത്തിയിട്ടിട്ട് അവരൊരു ബെഞ്ചി പിടിച്ചിരുത്തും. എന്നിട്ട് ആ മുറിവും വെച്ചുകൊണ്ട് അവരെ ഒരു 1-2 കിലോമീറ്റർ നടത്തിച്ച് വേറൊരു അമ്പലത്തിൽ കൊണ്ടുപോയി പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ചു വരും. വേറെന്തോ ഒരു സിസ്റ്റമാണെന്ന് തോന്നുന്നു അത്. അപ്പൊ ഒരു കുത്തിയോട്ടത്തിന് എത്ര 4500, 500, 6000 രൂപ എങ്ങാണ്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പൊ ഈ അമ്മമാരും അച്ഛന്മാരും എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് എനിക്ക് ഓർത്തിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അത് ക്രൈമാണ്, കുറ്റകൃത്യമാണ്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് കുറ്റകൃത്യമാണ്. എന്തിന്റെ പേരിലാണെങ്കിലും, ഭഗവതിയുടെ പേരിലാണെങ്കിലും, ദൈവത്തിന്റെ പേരിലാണെങ്കിലും, പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, സ്കൂളിലാണെങ്കിലും, വീട്ടിലന്തരീക്ഷത്തിൽ അച്ചടക്കം പഠിപ്പിക്കാനാണെങ്കിലും കുഞ്ഞുങ്ങളെ ശാരീരിക ഉപദ്രവം ചെയ്യാൻ പാടില്ല, മാനസികമായിട്ട് ചെയ്യാൻ പാടില്ല. അതിന് ചൈൽഡ് റൈറ്റ് ആക്ട് ഒക്കെ ഉണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്, ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ നമുക്കിപ്പോ. പക്ഷെ ഈ ആൺപിള്ളേരെ, കുഞ്ഞുങ്ങളെ സൂചി വെച്ച് കുത്തി ചോര വീഴ്ത്തുകയാണ് അവിടെ. അപ്പൊ ഏത് ദേവിക്കാണ്, ഏത് ഭഗവതിക്കാണ് ചോര വേണ്ടത്? കുത്തിയോട്ടം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കുത്തിയോട്ടം നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ അത് എന്തിനാണ്? കുത്തിയോട്ടത്തിനെതിരെയല്ല, ആചാരം നടക്കണം. പക്ഷെ കുട്ടികളെ കുത്തുന്നത്, കുട്ടികളുടെ വശത്തെ മുറിവ് ഏൽപ്പിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നുള്ളത് സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന് ചെട്ടികുളങ്ങര കുത്ത് നിരോധിച്ചതാണ്. അതുകൊണ്ട് കുത്താതെ പ്രതീകാത്മകമായിട്ട് അത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കുത്തിയോട്ടത്തിനെതിരെ ആ നിലപാട് ഇപ്പോഴും ഉണ്ട്. കുട്ടികളെ കുത്തി ചോര വീഴ്ത്താൻ പാടില്ല, അത് കുറ്റകൃത്യമാണ്. പക്ഷേ കുത്തിയോട്ടം നടത്തട്ടെ, കുട്ടികൾ വ്രതമനുഷ്ഠിക്കട്ടെ, ദേവി ഭണന്മാരായിട്ട് അവിടെ പോയി ഇരിക്കട്ടെ, അമ്മ അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ ശരീരത്തിൽ കുത്തിയിട്ട് ആ കുത്തിയ വേദനയും കൊണ്ട് അവര് വില്ലും പിടിച്ച് ഓടുന്നത് മാത്രം അത് ശരിയല്ല, അത് കുറ്റകൃത്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്.